ഓർമ്മകൾ, നൊസ്റ്റാൾജിയ, പ്രണയം, അങ്ങനെ എന്തൊക്കെ ഫീലിംഗ്സ് ആണെന്നോ ഈ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്ന് പറഞ്ഞാൽ ആ പടം റിലീസായ ടൈമിൽ ജനിച്ച കുട്ടികളൊക്കെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിയേണ്ട സമയമായിട്ടുണ്ട്. അല്ല, 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിമ്രാൻ, രാജ് അവർ ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ രോഹിത് ഷെട്ടി പടം ദിൽവാലയിലൂടെ ഷാരൂഖ് ഖാനും കാജോളും വീണ്ടും ഒരു ലവ് സ്റ്റോറിയുമായി വരുന്നു എന്നത് തന്നെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹൈപ്പാണ്. എന്ന് മാത്രമോ, മലയാളം റേഡിയോ ചരിത്രത്തിൽ ഇതാദ്യമായി റേഡിയോ മാംഗോയ്ക്ക് വേണ്ടി രണ്ടാളും ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ കൂടെ അനുവദിച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ വെരി വെരി സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് എപ്പിസോഡാണ്. സോ ഞാൻ സ്വാഗതം ചെയ്യാണ്. എന്റെ പേര് നിത. അടുത്ത 4 മണിക്കൂർ സമയം ബോളിവുഡിന്റെ 2 സൂപ്പർ താരങ്ങളായ ഷാരൂഖ് ഖാനും കാജോളും ഉണ്ടാവും നമ്മുടെ കൂടെ. മിനിറ്റിനും സെക്കൻഡ്സിനും ഒക്കെ കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള താരങ്ങളാണ്. അപ്പോൾ ഇത്രയും സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിന്റെ മേക്കിങ്ങിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മുംബൈ മഹാനഗരം, നമ്മൾ പോകണം അങ്ങോട്ട്. ഷാരൂഖ് ഖാന്റെ ഓം ശാന്തി ഓം എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടില്ലേ? ഏറെക്കുറെ അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ബാൻഡ്രയിലെ ഈ മെഹബൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അവിടെയാണ് ഞാനിപ്പോ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ ദിൽവാലെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് എപ്പിസോഡിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടുപുറകിൽ SRK ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല. കാര്യം ഒരു സ്റ്റീൽ ഗ്രേ കളർ ലക്ഷറി ബസ്സൊക്കെ പോലെ തോന്നുന്ന ഒരു വാനിറ്റി കാരവാന്റെ ഉള്ളിൽ ആളുണ്ട്. ഇടയ്ക്ക് സെഗ്വേയിൽ പുറത്തിറങ്ങുന്നുണ്ട്. ഇവിടെ വേറെ ദിൽവാലയുടെ 1-2 പ്രൊമോഷണൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ 1-2 വട്ടം ഞാൻ കണ്ടു കാജോളിനെയും ഷാരൂഖ് ഖാനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മുടെ അപ്പോയിന്റ്മെന്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ കാരവാന്റെ ഉള്ളിലാണ് റേഡിയോ മാംഗോയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അനുവദിച്ചിട്ടുള്ള ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് കേറാവത്തേക്ക്. ഹായ് ഹായ് നീത. വാവ്, ദേ എന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നു സാക്ഷാൽ കിങ് ഖാൻ, ഷാരൂഖ് ആൻഡ് കാജോൾ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ വാനിറ്റി കാരവാന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഏതോ സ്റ്റാർ ഹോട്ടലിന്റെ സ്വീറ്റ് റൂം പോലെ ഉണ്ട്. അടിപൊളി. കാജോൾ ഫുൾ ഓണാണ്. ഷാരൂഖ് ഖാൻ ഒരു ഒലീവ് ഗ്രീൻ കളർ ടീഷർട്ടൊക്കെ ഇട്ട് ഒരു വളരെ കാഷ്വൽ ജീൻസ് ഒക്കെ ഇട്ട് പാവത്തിനെ പോലെ ഇരിക്കുക. ഇന്നലെ ലേറ്റ് നൈറ്റ് വരെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ ഷാരൂഖ് ജി ആൻഡ് കാജോൾ, റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ് पे आपका स्वागत है. Thank you Radio Mango and thank you Spotlight for having me on the show. താങ്ക് യു. ഹമേ बोलना चाहिए. മലയാളം റേഡിയോ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടല്ലേ നൂറ്റാണ്ടിന്റെ പ്രണയ ജോഡികൾ കിങ് ഖാൻ, സാക്ഷാൽ ഷാരൂഖ് ജി ആൻഡ് കാജോൾ രണ്ടാളും കൂടെ ഒരുമിച്ച് റേഡിയോ മാംഗോയ്ക്ക് അനുവദിച്ചിട്ടുള്ള എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. അപ്പൊ ഞാൻ തന്നെ അങ്ങനെ നന്ദി പറയണം. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം ദിൽവാലെ സ്പെഷ്യൽ സ്പോട്ട്ലൈറ്റ് ഓൺ റേഡിയോ മാംഗോ. നാട്ടിലെയും പാട്ടായി എന്ത് ഏതാണ്ടൊക്കെ പറയണ്ടല്ലോ. കുഴപ്പമില്ല, സമയം കുറയുണ്ട്. ഞാൻ നന്നായിട്ട് മലയാളം പഠിപ്പിച്ചു വിടാം. നാട്ടിലിംഗം പാട്ടായി. ആഹാ, അത് കലക്ട്. മലയാളത്തിലൊക്കെ ഇപ്പൊ ഒരു സിനിമ 100 ദിവസം തേക്കാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതൊരു മഹാ അത്ഭുതമാണ്. അപ്പോഴാണ് ദേ ഒരു ഹിന്ദി പടം കഴിഞ്ഞ 1000-ലധികം ആഴ്ചകളായി തുടർച്ചയായി ഒരേ തിയേറ്ററിൽ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ എന്നല്ല, ലോക സിനിമയിൽ തന്നെ ഒരു ചരിത്രമാണ്, ഒരു റെക്കോർഡാണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്ന് പറഞ്ഞ മൂവി മുംബൈയിൽ മറാത്ത മന്ദിർ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ പ്രണയ ജോഡികൾ ഷാരൂഖ് ഖാനും കാജോളും വീണ്ടും ഒരുമിക്കുന്ന ഒരു ലവ് സ്റ്റോറി ദിൽവാലെ. Hi, this is Shah Rukh Khan on Radio Mango 91.9. Hi, this is Kajol on Radio Mango 91.9. അറൌണ്ട് ദ വേൾഡ് ദിൽവാലയുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ജർമ്മനിയിലൊക്കെ സിനിമ റിലീസിംഗിന് മുമ്പേ തന്നെ പ്രീ ബുക്കിംഗ് ഒക്കെ ക്ലോസ് ചെയ്തതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഫ്രം DDLG ടു ദിൽവാലെ 20 years, 20 വർഷങ്ങൾ, എല്ലാ കാര്യങ്ങളും മാറി. എന്നിട്ടും what makes your chemistry remain the same? I honestly don't know what makes it so special. I think it's 20 വർഷത്തെ കെമിസ്ട്രിയുടെ സീക്രട്ട് പാവം കാജോളിന് അറിയില്ല എന്ന് പറയുമ്പോ പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റുമോ ഒരേ ഒരാള്? SRK, ആപ്കി റായ്? It's not the same. Obviously, we've been working for 22 years now and there will be changes in it. 22 years, എല്ലാം ഒരുപോലെ അല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. तो इसका राज क्या है? I think that's part of the mystery. That's part of the magic that you do never know what it is exactly, and we also don't know what it is. हम लोग आके काम करते हैं और चले जाते हैं और हमको ही पता नहीं है कि हम क्या कर चुके हैं. ആ ഗയാ സമജ്. അതായത് ഷാരൂഖ് കാജോൾ 20 years ഓൺ സ്ക്രീൻ കെമിസ്ട്രിയുടെ ആ ഒരു രഹസ്യം ഇപ്പൊ പുറത്തു വിട്ടിട്ട് അത് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതേപോലെ പുതിയ ജോഡികളൊക്കെ ഉണ്ടാവാൻ. അത് കയ്യിലിരിക്കുള്ളൂ. നീ ഇത് എത്ര ചോദിച്ചിട്ടും കാര്യമില്ലാന്ന് ഞാൻ വിട്ടുപോയി. അപ്പോ ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കയിൽ നിന്ന് ദിൽവാലയിലേക്ക് എത്തുമ്പോൾ വർഷം 2022 നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. കജോൾ, so what can we expect from this movie? You know, I can never predict what you can expect from the film because I think everybody looks at everything differently. Everybody has their own perspective, but we think that we made a good film. We think that we've made a happy film. We think we've made a film that is fit for the holidays. That's going to add a little extra cheer in your lives, hopefully. Holidays celebrate ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹാപ്പി മൂവിയുടെ സന്തോഷം കാജോൾ ഒട്ടും
മറച്ചു വെക്കുന്നില്ല. പക്ഷേ SRK കാജോൾ രണ്ടാളും ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്, പ്രണയം, mohabbat, pyar. Is Dilwale also like that? But I think Kajol and me have been part of films which have created characters that people seem to like in terms of romance, love stories. So this is a love story, but it's very different from anything that we've done. I think the only thing common is the name Dilwale. But it's a much more intense, a much more angry love story. കാജോൾ എറ്റേണൽ കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യൻസിന് രാജ്, സിമ്രൻ. എവിടെ പ്രൊഡ്യൂസർ ആ മ്യൂസിക്? It is very different from DDLJ. It has nothing to do with it actually, besides one word from the title of DDLJ. Actually, it's completely different. So it's a very kind of an intense love story. There's a lot of it's like Rohit says, it's a fast and the furious love story. ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ടേം കേട്ടിട്ട് ഇപ്പൊ സത്യത്തിൽ ഞെട്ടിയിരിക്കുന്ന ഞാനാ. കാര്യം കുറച്ചു മുമ്പ് ഷാരൂഖ് ജിയും പറയുണ്ടായി A much more angry love story. And perhaps Kajol and me at this age and stage, when we do a film which is a love story, should have done something like this. And of course, the film is comic and action because it's a Rohit Shetty film. അതെനിക്കറിയാം. രോഹിത് ഷെട്ടിക്ക് ഈ കാറ് പറപ്പിക്കുക, ഇടിച്ചിട്ട് അതൊക്കെ വലിയ വീക്ക്നെസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുണ്ട് രണ്ടുപേരുടെ അടുത്തും വിശദമായിട്ട് തന്നെ. ലേക്കിൻ ദിൽവാലെക്ക് ബാരേ So it's a entertaining combination of a lot of things which makes this Dilwale. ദിൽവാലയുടെ ട്രെയിലറിൽ ഷാരൂഖ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ആജ് കെ ബാദ് മുझे अपना चेहरा मत दिखाना मीरा जान ले लूंगा. It is very different from DDLJ. എന്ന് മാത്രമല്ല, for everyone it's shocking. Yeah, it is actually the story is quite shocking. Though it's a commercial film, it is simplistic in its treatment. It's not like a heavy duty offbeat film. So it's a simple film for families, but I find, and actually the Kajol, the reason she did the film is because the story is quite different. It's a little unexpected and still a love story. So when you see the film, it'll process itself out in a way that is quite surprising, if not shocking. ഞാൻ ആലോചിക്കായിരുന്നു, ഈ ഷിയർ ഓറഞ്ച് ക്രോപ്പ് ടോപ്പും ജീൻസും ഒക്കെ ഇട്ടിരിക്കുന്ന കാജോൾ നല്ല ഭംഗിയില്ല നമ്മുടെ പുളിയിലക്കര കസവിന്റെ സെറ്റും മുണ്ടൊക്കെ എടുത്ത് അതിന്റെ കൂടെ ഒരു കാശിമാലയോ പാലക്കയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഭംഗി ഉണ്ടാവും അല്ലേ? കുറച്ചു മുമ്പ് എന്നോട് രണ്ടാളും പറയണ്ടായിരുന്നല്ലോ ദിൽവാലയിൽ കംപ്ലീറ്റ് ട്വിസ്റ്റ് ആണ്, സർപ്രൈസ് ആണെന്നൊക്കെ. ആൻഡ് ഹിയർ കംസ് എ സ്മോൾ സർപ്രൈസ് ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി ആൻഡ് ഫ്രം റേഡിയോ മാംഗോ ഫോർ ബോത്ത് ഓഫ് യു. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, അതുകൊണ്ട് കാജോൾ Thank you. ഇതാണ് സെറ്റ് മുണ്ട്, ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂം. മുണ്ടും നേരുന്നു പറയും നമ്മള്. Kerala I have worn a Kerala sari. No, I haven't. But I honestly think it's very, very sexy. So when I really want to become sexy, maybe I'll try it. അല്ല, എനിക്കൊന്നും ഇല്ല എന്നുള്ള മറ്റുള്ള ഒരാളോട് നോക്കുന്നുണ്ട്. മറ്റാരുമല്ല, സാക്ഷാൽ ഷാരൂഖ് ഖാൻ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ലുങ്കി കൊണ്ടു കൊടുത്താൽ മതിയെന്ന്. പക്ഷേ ഐ ആം ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി. സോ ഞാൻ കേരള സ്റ്റൈലിൽ നല്ല അസലൊരു മുണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കിക്കേ, വെള്ളിക്കശവിന്റെ ഖുഷ്. അപ്പൊ തിരിച്ചൊരു സമ്മാനം റേഡിയോ മാംഗോയ്ക്കും മലയാളികൾക്കും കൂടെ തരുമോ? നമുക്ക് ആ ലുങ്കി ഡാൻസ് ഒന്ന് മാറ്റി പിടിച്ചൊരു മുണ്ട് ഡാൻസ് ആക്കിയാൽ എന്താ? ഷാരൂഖ് ജി, ലെറ്റ്സ് റീപ്ലേസ് ദാറ്റ് ലുങ്കി വിത്ത് മുണ്ട്. ഹൗ അബൌട്ട് ദാറ്റ്? Okay. 2, 3, 4. Mucho ko thoda round. This how it goes. मुझो को थोड़ा सा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे हिंद बना ऑल रजनी फैन सलाइवा डोंट मिस द चांस do this mundu dance 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 mundu dance. ഓ അടിപൊളി. ഇതാണ് നല്ല അസൽ മലയാളത്തിലുള്ള മുണ്ട് ഡാൻസ്. ആപ് ബി ഖുഷ് ഓർ ഹം ബി ഖുഷ്. താങ്ക് യു സോ മച്ച്. പുഞ്ചിരി തഞ്ചി കുഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ തങ്കിണ്ണക്ക തകതിമിയാടും തങ്കനിലാവേ. അങ്ങ് ബോളിവുഡിലും മുഴങ്ങി കേൾക്കുന്ന മലയാളം വരികൾ. ദിൽസയിലെ ഈ പാട്ട് കേട്ടാൽ ഏത് മലയാളിയും ആദ്യം ഓർമ്മിക്കുന്നത് യെസ് ഇദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്. Hi, this is Shah Rukh Khan on Radio Mango 91.9. കിങ് ഖാനും കേരളവുമായിട്ടുള്ള ബന്ധം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. He has come to Adrapalli for shooting Chennai Express and of course IPL matches in Cochin and all these things, especially South Indian connections. ഇപ്പൊ തൊട്ടടുത്ത് കിട്ടുകൊണ്ട് ചോദിക്കാം, आपका कोची में घर खरीदने का कोई plan है? Sachin recently brought. I would love to. I find it a very, very beautiful place. I mean, genuinely, it's extremely beautiful. I've shot Chennai there. I've come for IPL matches, and whenever I've come for functions and even performances, it stuns me how beautiful it is. And unfortunately, the problem is that I'm so busy working that I kind of just fly in and fly out of Kerala. But yeah, inshallah, I'd love to come and stay there. I'd mention it to my family that one should go there, spend a few days, and find a nice place on the beach or somewhere. Every place is so lovely there. Yeah, I would love to, but no plans as such. I mean, I've not really
made a plan like that. But I've seen some of my friends' houses there. I think Mammootty ji or Mohanlal ji have a house. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോ യു വിസിറ്റഡ് മോഹൻലാൽസ് ഹൗസ് റൈറ്റ് Yeah, I went to his house. It's really beautiful here. ആൻഡ് യു ഹാഡ് സം റിയലി നൈസ് ഫുഡ് ഓവർ ദേർ. No, I'm not into food at all. I don't eat. But he gave me some seafood, which was very nice. Yeah. ഫിഷ് അങ്ങോട്ട് പ്രോപ്പർ ആയിട്ട് കഴിക്കാൻ അറിയില്ല എന്ന് ഞാൻ എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്. യു ഫൈൻഡ് ഇറ്റ് റിയലി ടഫ് ടു ഈറ്റ് ഫിഷ് റൈറ്റ്? Yeah, I don't eat seafood. I'm from Delhi now, so I'm not too used to seafood. ഓ അതാണ്. പക്ഷേ ബംഗാളി ആയതുകൊണ്ട് തന്നെ ഐ തിങ്ക് കാജോൾ ഡസന്റ് ഹാവ് എനി പ്രോബ്ലം വിത്ത് ഫിഷ് അല്ലേ? ദേ മലയാളികളെ പോലെ തന്നെ ഉച്ചയൂണിന് മീൻകറി ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതല്ലേ ഈ ചിരിയുടെ അർത്ഥം. ഷാരൂഖ് ഖാനും കാജോളും മുന്നിലിരിക്കുമ്പോൾ ഇതിൽ ആർക്കാണ് കേരളവുമായിട്ട് മലയാളികളായിട്ട് അടുത്ത ബന്ധമുള്ളത്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ കണക്ഷൻസ് കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ ഞാനടക്കം എന്നെ കേട്ടിരിക്കുന്ന ആരും ഇപ്പൊ കണ്ണും പൂട്ടി പറയും ഒരു സംശയവും വേണ്ട അത് ഷാരൂഖ് ഖാൻ തന്നെയെന്ന്. പക്ഷേ കാജോള് വിട്ടുതരില്ല. Actually, I have a little more than that because I have actually shot Sapne. I have actually shot Minsara Kanava. I have done a Tamil film which he cannot claim credit to. So I have a little more connection, I would say. Okay, സമ്മതിച്ചു. So when are you coming to Kerala? Definitely, whenever, if we are coming for the promotions, we will definitely make it a point to come. No two ways about it. ഞാനിങ്ങനെ ജീവനോട് കണ്ടോണ്ടിരിക്കുകയാണ്. കിങ് ഖാൻ, സാക്ഷാൽ SRK, അതേപോലെ തന്നെ കാജോൾ. എനിക്കറിയാം ഞാൻ ഇവിടുത്തെ റെക്കോർഡിംഗ് കഴിഞ്ഞ് തിരിച്ച് നാട്ടില് റേഡിയോ മാംഗോയിൽ തിരിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഈ കാജോൾ എങ്ങനെയാണ് ഇപ്പോഴും ഇത്ര സുന്ദരിയായിട്ടിരിക്കുന്നത്? എന്താണ് ഈ ബ്യൂട്ടി സീക്രട്ട്? നേരിട്ട് കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നീത? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഐ എം എക്സ്പെക്ടിങ് ദീസ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പുണ്ടല്ലോ ഇവിടെ 1-2 പ്രൊമോഷണൽ വീഡിയോസിന്റെ ഷൂട്ടും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പുള്ളിക്കാരത്തി ഒരു ബ്ലാക്ക് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല ചെറിഷ് യെല്ലോ ഓറഞ്ച് സാരിയെ കൊടുത്തിട്ട് ഈ ഭാഗത്തു കൂടെയൊക്കെ പോണേ ഞാൻ കണ്ടിരുന്നു. ഞാൻ കാജോളിനെ നേരിട്ട് കണ്ടപ്പോ ആദ്യം നോട്ടീസ് ചെയ്ത് ഈ സാരിയുടെ മുന്താണി പറക്കുന്നുണ്ടോന്നാ. ഫ്ലൈയിങ് സാരിയാ. Yeah, my flying sarees. Yeah, but yeah. പറക്കും സാരികളുടെ രഹസ്യം. Well, Rohit has thrown the sari at one point of time, and yes, Shah Rukh keeps throwing the sari ka pallu ahead and all that. So yeah, we're a flying sari, flying car team. Kajol, actually, what's with Rohit Shetty and the flying cars? Yeah, he loves his cars, doesn't he? Yeah, it's actually I've worked with Rohit for a very long ago before. So I know him for a very long time, and of course Ajay has done so many films with him. So I've known him for like 17-18 years now. ഓ അത് ശരി. അപ്പൊ കഴിഞ്ഞ 10-17 വർഷമായിട്ട് അറിയാവുന്ന ആളാണ് ഈ പടത്തിന്റെ സംവിധായകൻ രോഹിത് ഷെട്ടി. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ നമ്മൾ മലയാളികൾ ശരിക്കും ശ്രദ്ധിക്കുന്നത് ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ആ ഒരു പടത്തിന് ശേഷമാണ്. ഞാനല്ല, അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ബറാക് ഒബാമ ഒരിക്കലൊരു പ്രസംഗത്തിൽ ഒരു ഹിന്ദി സിനിമ ഡയലോഗ് പറയുണ്ടായി. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഡയലോഗ്സിൽ ഒരെണ്ണം. ഇത് പറഞ്ഞ 2 ആളുകളുണ്ട് ഇപ്പൊ ഇവിടെ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ നിതയ്ക്കൊപ്പം. അന്ന് DDLJ എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി കാജോളിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യം ഷാരൂഖ് ഖാന്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ബഡേ ബഡേ ഘരോ മേ ऐसी छोटी छोटी कंप्लेंट होती रहती है. What's Gauri Khan's biggest complaint about you? ഭാര്യയുടെ ഏറ്റവും വലിയ പരാതി എന്താണ്? We've known each other for too long. I think the only thing I do at home when I get back is I need my space because I'm so surrounded by people all the time. So all I do is just spend time with the kids. So nobody complains actually. We are quite a well-adjusted sort of people in the house. So there are no complaints from me. Yeah, of course, because I'm mostly out. I get less time with kids sometimes. But that also is not a complaint. Everybody in my family has accepted that way of life. Okay, how do you manage all this professional and personal life such a wonderful way? I sleep less. അതെടുത്ത് പറയണമെന്നില്ല, അതെനിക്ക് ഇവിടെ വന്ന് കണ്ടെടുത്തോളം മനസ്സിലായി. ബിക്കോസ് ലാസ്റ്റ് 2 days ആയിട്ട് നമ്മൾ ഈ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മുംബൈയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുള്ള കുറെ ആളുകളെ മീറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തു. അതിൽ എൻ്റെ അടുത്ത് ചിലർ പറഞ്ഞ കാര്യമാണ് സാബ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉറങ്ങാറില്ല, അതുകൊണ്ട് ഞങ്ങളും ഉറങ്ങാറില്ല എന്ന്. ഞാൻ ആരുടെയും പേരൊന്നും പറയില്ലട്ടാ. Whenever I don't have any other business to do apart from shooting films or maybe promotions or working. So normally I'm in this van doing my work, or I'm at home doing nothing. I don't take telephone calls at home. I don't meet people at home. And sometimes, like if I know my work is taking me to places like Hyderabad for a long time, then I'll call my children there. So I get to spend time with them and somehow manage it. ഓ അത് കൊള്ളാട്ടോ. വീട്ടിൽ ചെന്നാൽ പിന്നെ ഫോൺ എടുക്കില്ല, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആരെയും വീട്ടിൽ കാണില്ല. What does King Khan do on a rare free day? Yeah, if I'm unwell or something gets cancelled last minute, or the weather's not good, and if I'm at home and if the kids are there, I just lie down with them in bed and that's it. I do nothing much actually. If I'm forced to stay in the house,
because of illness or whatever, then I'll find something, clean my library or look at things in my room or read something. But if I'm just a day off, then I just go and lie down in different beds. If my daughter's somewhere, I'll just go and lie down with her for a bit, do whatever she's doing. Younger one is awake, I'll just go and sit on his bed. Sometimes I'll just call them all and, just hang with them. I don't even talk, I just lie down with them. Oh God. And I think that's really important. And I have kids and I have a family, and to take that time away from them, it has to be something really big and really special. സിനിമ, അതിന്റെ ഷൂട്ടിംഗ്, പിന്നെ പ്രൊമോഷൻസ്, ഇതേ ഇപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂ, ഇങ്ങനെ നിറയെ പരിപാടികളായിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ വീട്ടിൽ 2 കൊച്ചു പിള്ളേരുണ്ടെന്നല്ലേ പറഞ്ഞത്. സോ അജയ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദം. He is very much a hands-on dad, and actually he's been shooting before that. He was shooting continuously for, one film after another. First it was Drishyam, then it was something else, then it was something else. So he was continuously shooting, and, I was home and I was like, you're never home, and this and that. And then when, I got an opportunity to do this film, I was like, I'm not going to be there. Are you going to be there? And he was like, yeah, baby, don't worry. I'm going to be there. You just go ahead. It's important for you, and you go ahead. So I fell in love with him a little more after that. ഒരു പെൺകുട്ടിയെങ്കിലും ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരുപാട് പയ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പതാ ഇദ്ദേഹത്തിന് മാത്രം ലോകത്ത് എവിടെ ചെന്നാലും അവിടെയൊക്കെ ഫീമെയിൽ ഫാൻസ്. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതിന്റെ രഹസ്യം എന്താണ്? സോ ഐ തിങ്ക് യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു ഗീവ് ദം എ ടിപ്പ്. I don't know. To be really ഇത്രയും honest, പെൺപിള്ളേരെ ഇംപ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? to be really honest, I'm in personal life, I've said this often enough, I'm not someone who can impress girls. I'm actually shy of girls. Really? And, in personal life, I don't know how to interact with people. Of course, when I'm working or if I'm working with someone, I get to know them and then I'm comfortable. But in real life, I'm not very good with girls. I never was, and I'm now 50 and I think it's too late for me to become any better. ഷാരൂഖ് ഖാൻ എന്നുള്ള പേര് മാറ്റിയിട്ട് ഷായ് ഖാൻ എന്നാക്കണം എന്നൊക്കെയാണ് ആള് പറഞ്ഞു വരുന്നത്. Yeah, I'm actually very shy in public places, at a personal level. Not like if I'm going for a public meeting and all, I'm supposed to do my stuff, so I act it out. I'll prepare a speech, I'll talk, I'll dance. But if I was to be taken to a party or a gathering just on my own as new people, I'm not very interactive and comfortable. ഓ, അപ്പൊ കംഫർട്ടബിൾ ആവുന്നതുകൊണ്ടാണ് കാജോളുമായിട്ട് ഇത്ര നല്ല റൊമാൻറ്റിക് പെയറിംഗ്. വാട്ട് അക്കോർഡിംഗ് ടു യു ഈസ് റൊമാൻസ്? What is romance in my personal life? I think romance is honestly caring. I think it's how you show people that you love, how you care about them in the daily actions, and it's an everyday thing. It's an everyday thing. It makes honestly, it's consistency. like that. Yeah, it's consistency. It's not that once in a year kind of, only on Valentine's Day will I say that I love you and will I give you a red rose, and that makes up for all the 364 days of the year where you don't do a damn thing for me. So I think it's, I think romance has to do with that, where you have these gestures, where somebody stands up for you and says that, you're doing the right thing and I'm behind you and I respect you for it. Yeah, in every which way. അജയ് ദേവ്ഗണുമായിട്ടുള്ള പ്രണയം, വിവാഹം, മോൾ നിസ, മകൻ യുഗ്, ഇങ്ങനെ ഒരു ഹാപ്പിലി മാരീഡ് കപ്പിൾ എന്നുള്ള രീതിയിൽ കാജോള് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ. പ്രണയം ഈ പൈങ്കിളി സംഭവം മാത്രമല്ല, അതിന്റെ കൂടെ ഒരു പരസ്പര ബഹുമാനവും വിശ്വാസവും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടി വേണമെന്ന്. സംഗതിക്ക് ശരിയാണ്, പക്ഷെ ഒരു റൊമാൻറ്റിക് ഹീറോയിൻ അമ്മയായപ്പോ തിങ്സ് ചേഞ്ച് ഡ്രമാറ്റിക്കലി. ആർ യു ബിറ്റ് ഓഫ് എ ഹിറ്റ്ലർ മോം? ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. Definitely, there's no doubt. അപ്പൊ തുറന്ന് സമ്മതിച്ചു, വീട്ടിൽ കൊച്ചുങ്ങളെ കണ്ണുരുട്ടി കാണിക്കുന്ന കാജോൾ എന്ന അമ്മയുടെ മറ്റൊരു മുഖം വെളിപ്പെടുകയാണ്. അപ്പൊ വീട്ടിൽ ഞാനൊരു ഹിറ്റ്ലർ മോം. Definitely, there's no doubt. I am a Hitler at home. एक तो होना चाहिए ना जो मतलब who will be strict and who will draw the lines and say so far no further. हर बच्चे को ये जरूरत होती है. Every child needs that guideline. Every child needs a boundary to grow up straight and strong. If you plant a seed and the seed has to grow up straight and strong into a tree, it needs that help to stand and support itself in the beginning of its life at least. And that's exactly what I am. സോ സപ്പോർട്ട് കേലിയേ, ദാറ്റ്സ് എ റീസൺ. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ അച്ഛൻ ഇച്ചിരി കൊഞ്ചിക്കുന്ന ടൈപ്പാണെങ്കിൽ അമ്മ പിള്ളേരെ നോക്കി കണ്ണുരുട്ടും. ഇവിടത്തെ പോലെ തന്നെ അവിടെയും. കഴിഞ്ഞ 4 മണിക്കൂർ സമയം ഷാരൂഖ് ഖാനും കാജോളിനും ഒപ്പം അവരുടെ സിനിമ, ജീവിതം, പ്രണയം, സൗഹൃദം, അങ്ങനെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെയും നമ്മൾ സംസാരിച്ച് ഇത്രയും തിരക്കുള്ള 2 താരങ്ങളുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട സമയം റേഡിയോ മാംഗോയ്ക്ക് വേണ്ടി തന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. Thanks a lot for this memorable time. Thank you. Thank you very much, Neeta, for having me on your show, Spotlight. Wishing all Mango listeners a Merry Christmas and a very Happy New Year. അങ്ങനെ 100 പ്രണയ ജോഡികൾ ഷാരൂഖ് ഖാനും കാജോളിനും ഒപ്പമുള്ള റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ ദിൽവാലെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് എപ്പിസോഡ് ഏകദേശം വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇവരെ കാണാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ
കണ്ടു കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ ഒക്കെ എന്തൊരു എനർജി ആണെന്നോ, എന്തൊരു സിമ്പിൾ ആയിട്ടുള്ള ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ മൊത്തത്തിലൊരു ഹോംലി ഫീലാണ് ഇവിടെ. പറയുമ്പോൾ എല്ലാവരും വളരെ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നു, ഒപ്പം കുറേ തമാശയും രസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 3 പേരെങ്കിലും വന്ന് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ, സാലഡ് വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ഷാരൂഖ് ഖാൻ അത്തരം കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമാണ്. കാണാൻ വരുന്ന ആളുകൾ, അത് മീറ്റിംഗ് ചിലപ്പോൾ നീണ്ടുപോയിരിക്കാം, മറ്റു തിരക്കുകളും ഷൂട്ടും പ്രൊമോഷൻസും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാവരെയും ഭക്ഷണമൊക്കെ കൊടുത്ത് ഹാപ്പിയാക്കി ആ ഒരു ആതിഥ്യ മര്യാദ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതെങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, സമയത്തിൻ്റെയൊക്കെ ഒരു വില എന്താണെന്നുള്ളത് ഞാനിവിടെ മുംബൈയിൽ വന്നപ്പോഴാണ് സത്യമായിട്ട് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എനിക്കും വളരെ വളരെ സ്പെഷ്യലാണ്. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ്